ഹായ് ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ തണുത്തതല്ല കേട്ടോ, തണുപ്പൊക്കെ പോയ പാലാണ്. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ബോയിൽ ചെയ്ത് എടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അതായത് റൂം ടെമ്പറേച്ചറിലേ പാടുള്ളൂ കേട്ടോ, ഓവർ ചൂടും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് തണുത്തതും ആവണ്ട. കാരണം നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് തന്നെ സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാല് നമുക്കൊരു 1/2 കപ്പ് മാറ്റി വെക്കാം. ഇനി ഈ 1 ലിറ്റർ പാലിലേക്ക് നമ്മൾ ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വാനില ഫ്ലേവറാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു 3.5 ടേബിൾ സ്പൂൺ എടുക്കാം. ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് തിക്കായി പോവും. ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ 3.5 ടേബിൾ സ്പൂൺ ധാരാളം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ ഫ്ലേവർ കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഷുഗറാണ്. ഏകദേശം ഒരു 14 ടേബിൾ സ്പൂണോളം ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 12 മുതൽ 14, അതായത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും ഐസ്ക്രീം, കസ്റ്റാർഡ് അതുപോലുള്ള ഐറ്റംസിനൊക്കെ ഒരു മിനിമം ഒരു ലെവലിലുള്ള ആ ഒരു ഷുഗർ ലെവൽ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമ്മുടെ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. ഇതിലൊട്ടും തന്നെ വെള്ളം പാടില്ല. ആപ്പിൾ ഒന്നും നമ്മൾ ഇപ്പോഴേ കട്ട് ചെയ്ത് വെക്കരുത്, കാരണം ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രം കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പാല് തിളയ്ക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് പാല് മൊത്തം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ആ പാലിതാ ചെറിയ ചെറിയ കുമിളകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നന്നായിട്ട് തിളയ്ക്കണം, എന്നിട്ട് മാത്രമേ നമ്മളത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ വിട്ടുപോയൊരു കാര്യം വെച്ചാൽ, ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് 2 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്ഷണലാണ്. വാനില എസൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഈ കസ്റ്റാർഡ് പൗഡർ തന്നെ മതിയാവും, അത്രയും ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പാല് തിളയ്ക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, അതും കൂടെ ശ്രദ്ധിക്കണം. ഞാനിവിടെ 2 ഡ്രോപ്പ് വാനില എസൻസ് ആ കസ്റ്റാർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാല് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഏകദേശം ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്തിട്ടേ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് തോന്നും പാല് കുറച്ചും കൂടെ ലൂസനായി പോയ മാതിരി തോന്നും. പക്ഷേ ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ പാലിൻ്റെ തിക്നെസ് കുറച്ചൊന്ന് കുറയും, കാരണം പഞ്ചസാര മെൽറ്റായ ആ ഒരു അതിൻ്റെ ഒരു സിറപ്പും കൂടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് ഒന്ന് ലൂസായ മാതിരി നമുക്ക് തോന്നും. അപ്പോൾ നമ്മളെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മളെ പാല് തിളയ്ക്കുന്നതിലേക്ക് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
പാല് തിളയ്ക്കുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും കേട്ടോ. നമുക്ക് തീയെ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം ഇത് പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന പാത്രത്തിനെയും കൂടെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. അത് നമ്മൾ സ്റ്റീലിൻ്റെ കണ്ടെയ്നറൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, സൈഡൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമ്മളെ കസ്റ്റാർഡിലേക്കും മിക്സ് ആയി പോകും കേട്ടോ. ഇപ്പോൾ അതാ നിങ്ങൾ കണ്ടോ, നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂടൊന്ന് പോകുമ്പോഴേക്ക് ഇത് വീണ്ടും ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റാണ് നമ്മളെടുത്ത കസ്റ്റാർഡ് പൗഡർ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്ത് പാടന്നെ നമ്മളിത് ഇളക്കാണ്ട് നിൽക്കരുത്, കാരണം മേലെ ഒരു പാടമാതിരി പാലൊക്കെ തിളച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ, അതേമാതിരി തന്നെ ഒരു മേലെ ഒരു ലെയർ വരാൻ സാധ്യത ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് തന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കുറച്ചൊരു ഇതിൻ്റെ ചൂട് പോകുന്നത് വരെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിനുള്ള കസ്റ്റാർഡ് മിക്സ് ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, അതായത് ഫ്ലോയിങ് കൺസിസ്റ്റൻസി തന്നെയാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡിനുള്ള മിക്സ് റെഡി ആയിട്ട് കിട്ടേണ്ടത്. ഓവർ ലൂസായി കഴിഞ്ഞാൽ വെള്ളമായി പോവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സേ പാടുള്ളൂ. ഇനി തിക്കായി കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ വന്നു പോകും. അപ്പം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ എടുത്തു വെച്ച ഒരു ആപ്പിൾ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗ്രേപ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് ആണ് ഇട്ട് കൊടുത്തത്. അത് ചെറുതാണെങ്കിൽ കൂടുതൽ നല്ല ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. ഓവർ വലിപ്പമുള്ളത് ഇട്ട് കൊടുക്കുന്നതിന് പകരം ചെറുത് ഇട്ട് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഡാർക്ക് ഗ്രേപ്സ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാണ്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം കടക്കരുത്, അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്കിത് മുഴുവൻ ഈ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അതാ മൊത്തം നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. കണ്ടെയ്നർ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ടൈറ്റ് ആയിരിക്കും, ഒട്ടും തന്നെ വെള്ളം ഇറങ്ങില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.